കലാനഗരി സജീവമാണ്. കലാനഗരിയെ സംബന്ധിച്ച് പറയുമ്പോൾ കലാകാരന്മാരുടെ ഈറ്റില്ലം കൂടിയാണ് തൃശ്ശൂർ. അങ്ങനെ ഒരു കലാകാരനാണ് നമ്മോടൊപ്പം ഉള്ളത്. തൃശ്ശൂരിൻ്റെ സ്വന്തം എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ്. അപ്പം അദ്ദേഹവും കലോത്സവ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചന്ദ്രേട്ടാ, കലോത്സവ വേദിയൊക്കെ സജീവമാണോ? പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് വളരെ ആനന്ദം നൽകുന്നതാണ് ഈ കലോത്സവം. 64ാമത് കലോത്സവം തൃശ്ശൂരിൽ വെച്ച് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആഹ്ലാദം ചെറുതല്ല. കാരണം നമ്മുടെ കുഞ്ഞു മക്കളുടെ സർഗാത്മകത വളർത്താനും മാത്രമല്ല, അവരെ പുതിയ ചിന്തയിലേക്ക് ഓരോ കൂമ്പും നാമ്പും എടുത്തു വരുന്ന സർഗവാസനകൾക്ക് ഏറ്റവും വലിയ വളം നൽകുന്ന ഒന്നാണ് ഈ കലാ മത്സരങ്ങൾ. മാത്രമല്ല, ഇപ്പോൾ ചാനലിലൂടെ തന്നെ ഒരുപാട് കുട്ടികൾ അറിയപ്പെടാൻ നമ്മൾ പാടില്ലെന്ന് പോലും വിചാരിച്ച കുട്ടികൾ വളരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ് ശരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ ഈ കലോത്സവത്തിലൂടെ ഒരുപാട് സാഹിത്യ അഭിരുചിയുള്ള ഒരു ചിത്രകലയിൽ അഭിരുചിയുള്ള ഒരു നൃത്തം, അഭിനയം, എല്ലാം വിവിധ മേഖലയിലുള്ള കുട്ടികൾക്കുള്ള വലിയൊരു അവസരമാണ് അവരുടെ സർഗാത്മകത ശേഷിയെ തുറന്ന് കാണിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെ നമുക്ക് എല്ലാവർക്കും ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു നിറവിലാണ് നമ്മുടെ സാംസ്കാരിക നഗരം തന്നെ, അല്ലേ? വേദികളൊക്കെ പോയോ? കുറേ വേദികളൊക്കെ പോയി. എങ്ങനെയുണ്ട് പൊതുവേ? ഒന്നും ഉഷാറാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, എല്ലാവരും സജീവമായിട്ടുള്ളൊരു സംസ്ഥാന കലോത്സവം തന്നെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. ഈ കഴിഞ്ഞ തവണ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയാണ്, അല്ല, കലാകിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് നമ്മുടെ. അപ്പം നമ്മൾ ആതിഥേയത്വം വഹിക്കുമ്പോൾ ഇത്തവണ കലോത്സവം കപ്പ് നമുക്ക് സ്വന്തമാവുമോ? ആവട്ടെ. കാരണം അത് ഒരു മത്സരത്തിൽ ഉപരി ഇതൊരു ഉത്സവവും അത് തന്നെയല്ല, വരുന്നൊരു കാലത്തിലേക്കുള്ളൊരു നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ അവർക്ക് ഒരു പഠിപ്പുരയാണത്. ശരിക്കും ഇവിടുന്ന് തുടങ്ങേണ്ടതാണ്. ഓരോ ഈ കടന്ന് ഇപ്പോൾ നമുക്കറിയാം, ഒരു മഞ്ജു വാര്യരായാലും നവ്യ നായരായാലും അതുപോലെ വിനീത് എന്നുള്ള നടനായാലും ഒക്കെ വന്നിട്ടുള്ളത് ഇത്തരം കലോത്സവങ്ങളിലൂടെയാണ് ശരിക്കും. അപ്പോൾ മത്സരത്തിനപ്പുറത്ത് അവരെ കണ്ടെത്താനുള്ളത്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളാണ് നമ്മളെ കണ്ടെത്തുന്നത്, ഓരോരുത്തർ കണ്ടെത്തിയിട്ടുള്ളത്. കലാലയങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്നത്, നമ്മുടെ അധ്യാപകരാണ്, നമ്മുടെ സഹപാഠികളാണ് നമ്മളെയൊക്കെ ശരിക്കും കണ്ടെത്തുന്നത്. അപ്പോൾ അതിനുള്ളൊരു വലിയ അവസരമായിട്ടത് മാറട്ടെ എന്നുള്ളതാണ്. നമ്മളെ തന്നെ കുട്ടികളെ തന്നെ അവരെ തെളിയിപ്പിക്കാനുള്ള വലിയ ഒരു അവസരം. ഈ കലോത്സവത്തിൽ എത്തുമ്പോൾ ഇപ്പം അങ്ങയെ സംബന്ധിച്ച് കവിത ഒക്കെ എത്തി നിൽക്കുന്നവരാണ്. അത്തരം വേദികളിൽ കൂടുതൽ ഒരു പ്രൊമോഷൻ രീതിയിൽ, അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ അല്ലെങ്കിൽ പ്രതിഭകളെ കൂടി വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാലം കൂടിയല്ലേ ഇന്ന്? തീർച്ചയായിട്ടും. കാരണം മനുഷ്യത്വവും മതേതരത്വവും ഈ നാട്ടിൽ ഇനിയും വളരാനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മതേതരത്വത്തിന് വലിയ സാധ്യത കലകളുണ്ട്. സർഗാത്മകതയാണ് ഇതിനെതിരായിട്ട് നമ്മൾ വർഗീയതയ്ക്കെതിരായിട്ട് ആയുധമാക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ വർഗീയതയെ ഒരിക്കലും വർഗീയത കൊണ്ട് നേരിടാൻ പറ്റില്ല. അപ്പോൾ സർഗാത്മകത കൊണ്ട് അതിനെ നേരിടണം. മനുഷ്യരുടെ മനസ്സിലേക്ക് നല്ല തെളിച്ചമുള്ള അറിവുകൾ, നിറവുകൾ നമ്മൾ നൽകേണ്ടതുണ്ട്, സ്നേഹത്തിൻ്റെ. അത് സർഗാത്മകതയ്ക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ആശംസ പറയാം. 64ാമത് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന പുതിയ എല്ലാ പൂനാമുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ഞാൻ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. ഒരു കവിതയുടെ ആവാം. അതെ. മഴവില്ലെനിക്കു നിറങ്ങൾ തന്നു നിറഞ്ഞ മനസ്സോടെ, കടലുകളേഴും മഷി ചാലിക്കാൻ ഒരുങ്ങി നിന്നപ്പോൾ, വാനം വരയിടമാക്കി ഞാനൊരു ചിത്രമെഴുതുകയായി. അതിലാരുടെ നിറവുകൾ, ആരുടെ മുറിവുകൾ, ആരുടെ ഉയരും തേങ്ങലുകൾ. സ്നേഹം അതാണതിൻ സാരം, സ്നേഹം അതാണതിൻ താരം. അതെ, കവിത പോലെ തന്നെ സ്നേഹം അതാണ് താരം, അതാണ് വളരേണ്ടത്, അതാണ് ഉണ്ടാകേണ്ടത്. എന്തായാലും കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ ക്യാമറയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ഓക്കെ.